നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് സ്കെൽട്ടൻ. സോ നമ്മൾ എന്ത് ചെയ്യാം, സ്കെൽട്ടനെ കുറിച്ച് എന്താ നോക്കാം. സ്കെൽട്ടൻ ഇൻക്ലൂഡ്സ് ബോൺസ് ആൻഡ് കാർട്ടിലേജസ്. ഇറ്റ് ഫോം ദ മെയിൻ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി ആൻഡ് ഈസ് പ്രൈമർലി ഡിസൈൻഡ് ഫോർ എ മോർ എഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ബൈ അറ്റാച്ച്ഡ് മസിൽസ്. അപ്പം ഇവിടെ നോക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്കെൽട്ടൻ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ബോൺസും കാർട്ടിലേജസുമാണ്. പറയുന്നത് എന്താണ്, ഇറ്റ് ഫോം ദ മെയിൻ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ദ ബോഡി. ആ ഒരു പോയിന്റ് നോക്കുക. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണിത്, ആൻഡ് ഈസ് പ്രൈമർലി ഡിസൈൻഡ് ഫോർ എ മോർ എഫക്റ്റീവ് പ്രൊഡക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ബൈ അറ്റാച്ച്ഡ് മസിൽസ്. ഒരു 3 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. എന്താണ്, നേരെ അടുത്ത പോയിന്റിലോട്ട് പോകാം. ബോൺസിൻ്റെ സിനോണിംസ് നോക്കാം. ഇവിടെ കമ്പയർ വിത്ത് ടേംസ് ഓസ്റ്റിയോളജി, ഓസിഫിക്കേഷൻ, ഓസ്റ്റിയോമലൈറ്റിസ്, ഓസ്റ്റിയോമലേഷ്യ ആൻഡ് ഓസ്റ്റിയോമ, ഓസ്റ്റിയോക്ടമി. ഇതൊക്കെ എന്താണ്, ബോൺസുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ടേംസ് ആണ് എടുത്തേക്കുന്നത്. ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് ബോൺസ്. പിന്നെ പറയുന്നതാണ് ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബോൺ റീമോഡലിംഗ് എന്ന് പറയുന്നതിനാണ് ബോൺ റീമോഡലിംഗ് ഓസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഓസ്റ്റിയോമലൈറ്റിസ് എന്ന് കേട്ടാൽ എന്താണ്, ഇൻഫ്ലമേഷൻ എന്നാണ് മീനിങ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഓസ്റ്റിയോമലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബോൺസിൽ വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇൻ ദ ബോൺ. പിന്നെ വരുന്നതാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് വീക്ക്. ഈ ഒരു കണ്ടീഷൻ വരുന്ന ടേമിനെയാണ് നമ്മൾ പറയുന്നത് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. ഓസ്റ്റിയോടോമ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്യൂമർ. ഓസ്റ്റിയോട്ടൊമി എന്ന് പറഞ്ഞാൽ, ടൊമി എന്ന് കേട്ടാൽ എക്ടോമി, എൻഡോക്ടമി എന്ന് കേൾക്കുമ്പോൾ എന്താണ്, കട്ടിങ്. സോ കട്ടിങ് ഓഫ് ബോൺസ്, അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് ബോൺസ്. പിന്നെ പറഞ്ഞു ഓസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോൺ റീമോഡലിംഗ്. പിന്നെ ഓസ്റ്റിയോമലൈറ്റിസ് ഈസ് ഇൻഫെക്ഷൻ ഇൻ ദ ബോൺസ്. ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ ബോൺ ബിക്കം സോഫ്റ്റ് ആൻഡ് വീക്ക്. പിന്നെ ഓസ്റ്റിയോടോമ എന്ന് പറഞ്ഞാൽ എന്താണ്, ബോൺ വരുന്ന ട്യൂമേഴ്സ്, ബിനൈൻ ട്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. ഓസ്റ്റിയോക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് കട്ടിങ് ഓഫ് ദ ബോൺസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകാം. ബോൺ ഈസ് 1/3 കണക്റ്റീവ് ടിഷ്യൂ. It is impregnated with calcium salt, which consists to 2/3 parts. The inorganic calcium salt, mainly calcium phosphate, partly calcium carbonate, and traces of other salts, make it hard and rigid, which can afford resistance to aggressive forces of weight bearing and impact forces of jumping. The organic connective tissue, collagen fibers, make it tough and resilient, flexible, which can afford resistance to tensile forces. In strength, bone is comparable to iron and steel. So നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫിൽ വേണ്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. ബോൺ ഈസ് 1/3 കണക്റ്റീവ് ടിഷ്യൂ. ബോൺ എന്താണ്, ഇറ്റ്സ് എ 1/3 കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇറ്റ് ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് കാൽസ്യം സോൾട്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് 2/3 പാർട്സ്. ഈ ബോൺസിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എന്താണ്, കാൽസ്യം സോൾട്ട്സ് ആണ്. Next point is the inorganic calcium salt, mainly calcium phosphate, partly calcium carbonate, and some traces of other salts. ഇതൊക്കെയാണ് ഓർഗാനിക് കാൽസ്യം സോൾട്ട്സിൽ വരുന്നത്. എന്തൊക്കെയാണ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ് ആൻഡ് സം അതർ ട്രേസ് ഓഫ് സോൾട്ട്സ്. അത് മനസ്സിലായല്ലോ. തിങ്സ് മേക്ക് ഇറ്റ് ഹാർഡ് ആൻഡ് ഹാർഡായിട്ടും റിജിഡ് ഫോമായിട്ട് കാണപ്പെടുന്നത് ഓർഗാനിക് കാൽസ്യം സോൾട്ട്സിൽ വരുന്ന നമ്മുടെ കാൽസ്യം ഫോസ്ഫേറ്റും പിന്നെ കാൽസ്യം കാർബണേറ്റ് പിന്നെ മറ്റുള്ള അതർ സോൾട്ട്സ് ഒക്കെയാണ് നമ്മുടെ ഈ ബോൺസിന് ഹാർഡ് റിജിഡ് ഫോമിലായിട്ട് കാണപ്പെടുന്നത്. സോ വിച്ച് ക്യാൻ അഫോർഡ് റെസിസ്റ്റൻസ് ടു കംപ്രൻസീവ് ഫോഴ്സസ് ഓഫ് വെയ്റ്റ് ബിയറിംഗ് ആൻഡ് ഇമ്പാക്ട് ഫോഴ്സസ് ഓഫ് ജമ്പിങ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ഇനോർഗാനിക് കാൽസ്യം സോൾട്ട്സിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെയാണ് നമ്മുടെ ബോൺസ് ഹാർഡായിട്ട് റിജിഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സഡനായിട്ട് ഫോഴ്സസ് വന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെസിസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കാൻ പറ്റുന്നത് ഇനോർഗാനിക് കാൽസ്യം സോൾട്ട്സ് കാരണമാണ്. കാരണം നമ്മുടെ ബോൺസ് ഹാർഡായിട്ടും റിജിഡായിട്ട് കാണപ്പെടുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് കൊണ്ടാണ്. സോ നെക്സ്റ്റ് പോയിന്റ്, ഓർഗാനിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊളാജൻ ഫൈബേഴ്സ് ആണ്. സോ ഇറ്റ്സ് മേക്ക് ഇറ്റ് ടഫ് ആൻഡ് റെസിലന്റ് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആണ്. സോ വിച്ച് ക്യാൻ അഫോർഡ് റെസിസ്റ്റൻറ്റ് ടു ടെൻസിൽ ഫോഴ്സസ്. ഇൻ സ്ട്രെങ്ത്, ബോൺ ഈസ് കമ്പാരബിൾ ടു അയൺ ആൻഡ് സ്റ്റീൽ. ഫോഴ്സസ് വന്നാൽ നമ്മുടെ കൊളാജൻ ഫൈബേഴ്സ് ആണ് ബോൺസിന് ടഫായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, നോക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെക്സിബിളായിട്ടും ടഫായിട്ടും നിൽക്കുന്ന രീതിയിൽ ബോൺ മേക്സ് ചെയ്തേക്കുന്ന ആരാണ്, കൊളാജൻ ഫൈബേഴ്സാണ്.
അതേപോലെ തന്നെ എന്താണ്, ബോൺസിന് റിജിഡായിട്ടും ഹാർഡായിട്ടുള്ള കണ്ടീഷൻസിനെ സഹായിക്കുന്നത് ആരാണ്? കാൽസ്യം സോൾട്ട്സ് ആണ്. ഓക്കെ, കാൽസ്യം സോൾട്ട്സ് ആണ്. സോ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ്, despite its hardness and high calcium content, the bone is very much a living tissue. It is highly vascular with a constant turnover calcium content. It show a characteristic patterns of growth. It is subjected to disease and heals after a fracture. It has greater regenerative power than any other tissue of the body except blood. It can mold itself according to changes in stress and strain it bear. It shows disuse atrophy and overuse hypertrophy. And over ഈ ഒരു പാരഗ്രാഫിൽ വേണ്ട പോയിന്റ്സ് ഒക്കെ നോക്കാം. ഹാർഡ്നെസ്, despite its hardness and high calcium content, the bone is very much a living tissue. ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിവിങ് ടിഷ്യൂ ആണ്. ഇത്ര ഹാർഡായിട്ടും ഹൈ കാൽസ്യം കണ്ടന്റ് ആയിട്ട് നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ ബോൺസ് എന്താണ്? ഇറ്റ്സ് എ ലിവിങ് ടിഷ്യൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഹൈലി വാസ്കുലർ ആൻഡ് വിത്ത് എ കോൺസ്റ്റന്റ് ടേൺ ഓവർ ഓഫ് ഇറ്റ്സ് കാൽസ്യം കണ്ടന്റ്. സോ ഇറ്റ് ഈസ് ബോൺസ് ഈസ് എ ഹൈലി വാസ്കുലർ ആണ് ആൻഡ് ഇറ്റ് ഹാസ് ഓഫ് കാൽസ്യം കണ്ടന്റ്. പിന്നെ പറയുന്നത് ഇറ്റ് ഷോ എ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് ഗ്രോത്ത്. സോ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഡിസീസ് ആൻഡ് ഹീൽ ആഫ്റ്റർ ഫ്രാക്ചർ. ഇഫ് എനി ഫ്രാക്ചർ വന്നാൽ തന്നെ, ഈ ഫ്രാക്ചർ ഉണ്ടായാൽ അതെന്ത് ചെയ്യും? ഹീലാവുകയും ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഹാസ് ഗ്രേറ്റർ റീജനറേറ്റീവ് പവർ. ഈ ഒരു ബോൺസ് ബ്ലഡ് ഒഴികെയുള്ള നമ്മുടെ ശരീരത്തിലുള്ള ബാക്കി ടിഷ്യൂസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബോൺസിന് ഗ്രേറ്റർ റീജനറേറ്റീവ് പവർ ഉണ്ട്. പിന്നെ ഇറ്റ് ക്യാൻ മോൾഡ് ഇറ്റ് സെൽഫ് അക്കോർഡിംഗ് ടു ചേഞ്ചസ് ഇൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇറ്റ് ബിയർ. അഥവാ ഇപ്പോൾ എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ സ്ട്രെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ബോൺസിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബോഡിയിൽ എന്ത് ചെയ്യാം? ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. പോയിന്റ് ഈസ് ദാറ്റ് ഇറ്റ് ഷോസ് ഡിസ്യൂസ് അട്രോഫി ആൻഡ് ഓവർ യൂസ് ഓഫ് ഹൈപ്പർട്രോഫി. എന്ത് ചെയ്യുന്നു? അട്രോഫി എന്ന് പറഞ്ഞാൽ എന്താ? ബോൺ ഡെൻസിറ്റി കുറയുന്നു. അവരുടെ ബോൺ ഭയങ്കര തിന്നായിട്ട് കാണപ്പെടുന്നതിന് അട്രോഫി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെന്തായിരിക്കും? ബോൺ ഡെൻസിറ്റി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഈ ഒരു അട്രോഫിൻ്റെ ഹൈപ്പർട്രോഫിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്ത വീഡിയോ. സോ ഇത്രയും ഒരു പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തേക്കുക. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ 1/3 കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതേപോലെ തന്നെ ബോൺസ് കണ്ടെയ്ൻ ചെയ്യുന്നു കാൽസ്യം സോൾട്ട്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇനോർഗാനിക് കാൽസ്യം സോൾട്ട് എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ട് പാർട്ട്ലി ആൻഡ് ആൾസോ കാൽസ്യം കാർബണേറ്റ്, പിന്നെ മറ്റുള്ള സോൾട്ട്സുകളും ഉണ്ട്. അപ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് നമ്മുടെ ബോൺസിന് എന്ത് ചെയ്യുന്നത്? ഇപ്പം എന്തെങ്കിലും ഒരു ഫോഴ്സസ് ഒക്കെ വരികയാണെങ്കിൽ, ഒരു സഡൻ ഫോഴ്സസ് ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഫോഴ്സിനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ ഒരു ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു? ആ ഫോഴ്സസിനെ എന്ത് ചെയ്യുന്നു? അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു ബോൺസിന് ഈ പറഞ്ഞ ഇനോർഗാനിക് കാൽസ്യം സോൾട്ട്സ് ആണ് ബോൺ ഹാർഡായിട്ടും റിജിഡ് ഫോമായിട്ടും എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. അപ്പം ഒരു ഫോഴ്സ് വന്നാൽ എന്ത് ചെയ്യും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വെയിറ്റ് എന്ത് ചെയ്യാം? ബിയർ ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് വെച്ചാൽ ഓർഗാനിക് കണക്റ്റീവ് ടിഷ്യൂ, അതായത് നമ്മുടെ കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബോൺസിനെ എന്ത് ചെയ്യുന്നു? ടഫായിട്ടും ഫ്ലെക്സിബിളായിട്ടും വെക്കുന്നുണ്ട്. ഇതിനോട് പറയുന്നതാണ് ബോൺസ് ഒരു ലിവിങ് ടിഷ്യൂ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ്റെ പേരാണ് ഡിവിഷൻസ് ഓഫ് ദ സ്കെൽട്ടൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ സ്കെൽട്ടനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല റീജിയനായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ നമ്പർ ഓഫ് ബോൺസ്, ഓരോ റീജിയനിൽ വരുന്ന അതിൻ്റെ ബോൺസ് നോക്കുന്നു. ആ ഒരു സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ക്ലിയർ ആയിട്ട് നോക്കാം. ഈ ഒരു സ്കെൽട്ടനെ ഡിവൈഡ് ചെയ്യുന്നത് ഒന്നാമത്തതാണ് ആക്സിയൽ സ്കെൽട്ടൻ. ഒന്നാമത്തെ പോയിൻ്റാണ് ആക്സിയൽ സ്കെൽട്ടൻ. സോ രണ്ടാമത്തെ പോയിൻ്റാണ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ. അപ്പം ഈ ഒരു ആക്സിയൽ സ്കെൽട്ടൻ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണ്? സ്കള്ളിൻ്റെ റീജിയനും തൊറാക്സിൻ്റെ റീജിയനും. സ്കള്ളിൻ്റെ റീജിയനായിട്ട് വരുന്ന ബോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്രേനിയൻ ബോൺ 1. ഈ ക്രേനിയൻ ബോൺ എത്ര എണ്ണമുണ്ട്? 8 എണ്ണമുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഫേസ് എത്ര എണ്ണമുണ്ട്? 14 എണ്ണമുണ്ട്. പിന്നെ അതാണ് ഹയോയിഡ് ബോൺ 1 ഉള്ളൂ. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റാണ് ഓഡിറ്ററി ഓസിക്കിൾസ്. നിങ്ങൾക്കറിയാം അത് 3 പെയറായിട്ടാണ് കാണപ്പെടുന്നത്. 3 ഓഡിറ്ററി ഓസിക്കിൾസ്. ദേ ആർ 3 ഇൻ ഈച്ച് ഇയർ. അത് ഏതൊക്കെയാണ്? മാലിയസ്, ഇംഗസ്, സ്റ്റെപ്പീസ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പം ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് കേട്ടാൽ 3 എണ്ണമുണ്ട്. മാലിയസ്, ഇംഗസ്, സ്റ്റെപ്പീസ്. 2 ചെവിയിലും കൂടി ആയിട്ട് എന്തുണ്ട്? 6 എണ്ണമായിട്ടുണ്ട്. ലാസ്റ്റതാണ് വെർട്ടിബ്രൽ കോളം. അത് എത്ര ഉണ്ട്? 26 ആണ്. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്കള്ളിൻ്റെ പാർട്ടും തൊറാസിക് പാർട്ടും. അതിൽ സ്കള്ളിൽ വരുന്നതാണ് ക്രേനിയം, ഫേസ്, ഹയോയിഡ്, ഓഡിറ്ററി ഓസിക്കിൾസ്, വെർട്ടിബ്രൽ കോളം. സോ എന്ത് ചെയ്യാം? ഇനി ആക്സിയൽ സ്കെൽട്ടൻ്റെ മറ്റൊരു ഭാഗമാണ് തൊറാക്സ്. തൊറാക്സിൽ എത്ര ബോൺസ് വരുന്നു? അത് വരുന്ന പാർട്ട് നോക്കാം. സ്റ്റേണം 1 ഉള്ളൂ അല്ലേ? ആ സ്റ്റേണം ബോണായിട്ടുള്ളത് 1 റിപ്സ് എത്രയാണ്? 24. സോ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒന്നുകൂടി നമുക്ക് അറിയാൻ തരാം. ആക്സിലറി സ്കെൽട്ടൻ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, സ്കള്ളായിട്ടും തൊറാക്സ് ആയിട്ടും. സ്കള്ള് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രേനിയം, ഫേസ്, ഹയോയിഡ്, ഓഡിറ്ററി ഓസിക്കിൾസ്, വെർട്ടിബ്രൽ കോളം. തൊറാക്സിൽ വരുന്നത് സ്റ്റേണം, റിബ്സ്.
പിന്നെ അതിലെ നമ്പർ ഓഫ് ബോൺസ് നിങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഭാഗത്തിലാണ് പോകുന്നത്. അടുത്ത നമ്മൾ സ്കെൽട്ടൻ്റെ അടുത്തൊരു റീജിയനാണ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ. അപ്പം ആ ഒരു ഭാഗം നോക്കാം. ഈ ഒരു അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നത് പെക്ടോറൽ ഗേർഡിൽസും, അതായത് ഷോൾഡർ ഗേർഡിൽസും, പിന്നെ അപ്പൻഡിക്കുലാർ എക്സ്ട്രിമിറ്റീസ്, പെൽവിക് ഗേർഡിൽ, അതായത് നമ്മളുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്നതും, പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ലോവർ എക്സ്ട്രിമിറ്റീസ്. അപ്പം ഈ ഒരു 4 പോയിന്റ് നോക്കുക. അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പെക്ടോറൽ ഗേർഡിൽ, അപ്പർ എക്സ്ട്രിമിറ്റീസ്, പെൽവിക് ഗേർഡിൽസ്, ലോവർ എക്സ്ട്രിമിറ്റീസ്. ഒന്നാമത്തെ പെക്ടോറൽ ഗേർഡിൽ അഥവാ നമ്മളുടെ ഷോൾഡർ ഗേർഡിൽസ് വരുന്ന ബോൺസ് നോക്കാം. പെക്ടോറൽ ഗേർഡിൽസ് വരുന്നതാണ് ക്ലാവിക്കിൾ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. പിന്നെ വരുന്നതാണ് സ്കാപ്പുല, അത് എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. സോ അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പർ എക്സ്ട്രിമിറ്റീസ് നോക്കാം. അപ്പർ എക്സ്ട്രിമിറ്റീസിൽ വരുന്ന ആദ്യത്തെയാണ് ഹ്യൂമറസ്. അപ്പുറത്തെയും ഇപ്പുറത്തെയും 2 ഹാൻഡിലോട്ട് വരുന്നത് എത്ര ഉണ്ട്? 2 ആയിട്ടുണ്ട്. സോ അൾന കയ്യിലുമായിട്ട് 2 ആയിട്ട്. പിന്നെ റേഡിയസ്, അതും 2. കാർപ്പൽസ് 16, മെറ്റാകാർപ്പൽസ് 10, ഫലാഞ്ചസ് 28. സോ അപ്പർ എക്സ്ട്രിമിറ്റീസ് വരുന്നത് നമ്മുടെ കൈയിൻ്റെ ഭാഗം നോക്കുക. അൾന, റേഡിയസ്, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. അപ്പം ഹ്യൂമറസ് വരുന്ന 2, അൾന വരുന്നത് 2, റേഡിയസ് വരുന്ന 2, പിന്നെ കാർപ്പൽ വരുന്നത് 16, മെറ്റാകാർപ്പൽസ് വരുന്നത് 10, ഫലാഞ്ചസ് വരുന്നത് 28. അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പോകുന്നതാണ് പെൽവിക് ഗേർഡിൽ അഥവാ ഹിപ്പ് ഗേർഡിൽ. സോ അതിൽ വരുന്ന ബോൺസ് ഏതാണ്? പേരിൽ തന്നെ ഉണ്ട്, പെൽവിക് അഥവാ ഹിപ്പ് ബോണ്ട്. അത് എത്രയാണ്? 2 ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പെൽവിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വിങ് പോലെയാണ്. സോ ആ ഒരു വിങ് ആയിട്ട് വരുന്നത് നമ്മൾ നടുക്കൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? 2 സെക്ഷനായിട്ട് കിട്ടുന്നു. സോ എത്രയാണ്? 2 ആയിട്ടാണ് ഈ ഒരു ബോൺ കാണപ്പെടുന്നത്. പിന്നെ ലാസ്റ്റത്തതാണ് ലോവർ എക്സ്ട്രിമിറ്റീസ്. അത് വരുന്ന ഏതൊക്കെയാണ് നോക്കാം. നമ്മുടെ കാലിൻ്റെ ഭാഗമാണ് ഫീമർ 2 കാലുമായിട്ട് 2, ഫിബുല 2, തിബിയ 2, പാറ്റല്ല 2, ടാർസൽ 14, മെറ്റാടാർസൽ 10, ഫലാഞ്ചസ് 28. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ബോൺസുമായിട്ട് കൂടി ചേരുമ്പോൾ നമ്മളുടെ സ്കെൽട്ടനകത്ത് എത്ര ബോൺസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പറയാം? 206 ആണ്. സോ അത് ക്ലിയർ ആയല്ലോ. സോ നമുക്ക് സ്കെൽട്ടന് 2 റീജിയൻ ഉണ്ട്. അതാണ് ആക്സിൽ സ്കെൽട്ടനും അപ്പൻഡിക്കുലർ സ്കെൽട്ടനും. ആക്സിൽ സ്കെൽട്ടൻ നമ്മൾ എടുക്കുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കള്ളായിട്ടും തൊറാക്സ് ആയിട്ടും എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അതിൽ സ്കള്ളിൽ വരുന്നതാണ് ക്രേനിയം, ഫേസ്, ഹയോഡ്, ഓഡിറ്ററി, ഓസിക്കിൾസ്, വെർട്ടിബ്രൽ കോളം. പിന്നെ തൊറാക്സിൽ വരുന്നതാണ് സ്റ്റേർണം, റിബ്സ്. അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ എടുക്കുന്നു, അതിലാണ് പെക്ടോറൽ ഗേർഡിൽസ്. ബോൺസ് ഏതൊക്കെയാണ്? ക്ലാവിക്കിൾ, സ്കാപ്പുല. പിന്നെ വരുന്നതാണ് അപ്പർ എക്സ്ട്രിമിറ്റീസ്. അതിൽ വരുന്ന ബോൺസ് ഏതാണ്? ഹ്യൂമറസ്, അൾന, റേഡിയസ്, കാർപ്പൽസ്, ഫലാഞ്ചസ്. പിന്നെ വരുന്നതാണ് പെൽവിക് അല്ലെങ്കിൽ ഹിപ്പ് ഗേർഡിൽ. അതിൽ പേര് തന്നെയുണ്ട് പെൽവിക് ബോൺ. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ലോവർ എക്സ്ട്രിമിറ്റീസ്. അത് ഏതൊക്കെയാണ്? ഫീമർ, ഫിബുല, തിബിയ, പാറ്റല, ടാർസൽ, മെറ്റാടാർസൽ, ഫലാഞ്ചസ്. ക്ലിയർ ആയല്ലോ.